ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ അഗാൽ അവർ ഉസ്കെ ബാദ് നാമക്ക് എന്നു പേരായിട്ടുള്ള അഗാൽ അവർ ഉസ്കെ ബാദ് എന്നു പേരായിട്ടുള്ള കവിതയിലെ, അതായത് ഫോക്കസ് ഏരിയയാണിത്, ഈ കവിതയിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചക്കി രഹി ഉദാസ് और ചുൽഹാ रोये से कवि का क्या तात्पर्य है? അതായത് ചക്കി രഹി ഉദാസ് അരക്കല്ല് ദുഃഖത്തിലാണ്, ചുൽഹാ രോയ അടുപ്പ് കരയുന്നു, ഇസ്സേ കവി ക താൽപര്യ ക്യാ ഹെ? ഇതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ, ഇസ്സേ കവി ബതാന ചാത്തെ ഹെ കി, ഇതുകൊണ്ട് കവി പറയാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ, ഗർമേം ഖാദ്യവസ്തുവും കാ ബിൽക്കുൽ അഭാവ് ഹെ, വീട്ടിൽ ഖാദ്യവസ്തുക്കൾ അതായത് ഭക്ഷ്യവസ്തുക്കൾ തികച്ചും കുറവാണ്. കൈ ദിനോം സേ, കുറേ ദിവസങ്ങളോളമായിട്ട്, ഇൻ ദോനോം കാ കോയി ഇസ്തേമാൽ നെയ് ഹുവ, ഇവ രണ്ടും ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇസ്തേമാൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് കവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചിപ്കലി കാനി കുത്തി അവർ ചൂഹോം കി ഹാലത്ത് ഗരാബ് ക്യോം ദി? ചിപ്കലി പല്ലി, കാനി കുത്തിയ ആ ഒറ്റക്കണി പട്ടി, അവർ ചൂഹോം കി ഹാലത്ത് എലികളുടെ അവസ്ഥ, ഗരാബ് മോശമാണ്, ക്യോം എന്തുകൊണ്ടാണ് അവരുടെയൊക്കെ അവസ്ഥ മോശമായത്? ആൻസർ, ഗർമേം കൈ ദിനോം സേ ഖാനേ കി ചീസേം നഹി ഹെ, വീട്ടിൽ കുറേ ദിവസങ്ങളോളമായിട്ട് ഭക്ഷ്യവസ്തുക്കളില്ല. ജഹാം ഖാന നഹി ഹോഗ, എവിടെയാണോ ഭക്ഷിക്കാൻ തന്നെ ഭക്ഷണ സാധനങ്ങളില്ലാത്തത്, വഹാം അവിടെ, ദീപ് ജലാനേക്ക് ലിയെ വിളക്ക് കത്തിക്കാൻ, തേൽക്കി ബി സംഭാവന നഹീം എണ്ണയും കിട്ടാൻ സാധ്യതയില്ല, സാധ്യത. തോ അപ്പോൾ, വഹാം അവിടെ, ചോട്ടേ കീടവും കാ ഹോന ചെറിയ പ്രാണികൾ ഉണ്ടാവുക എന്നത് അസംഭവ ഹെ അസാധ്യമാണ്. വിളക്ക് കത്തിക്കുമ്പോഴാണ് ചെറിയ ചെറിയ ജീവികൾ വരിക അല്ലെ. ഇസ്സേ ചിപ്കലി പരേശാൻ ഹെ, ഇതുകൊണ്ട് അവർക്ക് ഭക്ഷണ വസ്തുക്കളായ കീടങ്ങള് ഇല്ലാത്തത് കൊണ്ട് ചിപ്കലി പരേശാൻ ഹെ, ഈ പല്ലി വിഷമത്തിലാണ്. ഗർമേ ഖാനാന ഹോനേസെ, വീട്ടിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ട്, ഖാനി കുത്തിയ ആ പട്ടിയും, ചൂഹേ ബി എലികളും, പരേശാൻ ഹെ വിഷമത്തിലാണ്. അതാണ് അവർക്കുള്ള വിഷമ അവസ്ഥ, അവരുടെ ഹാലത്ത്, അവരുടെ അവസ്ഥ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗർമേം രഹനെ വാലെ മാനവ और जीव जंतुओं की किस समान भावना को कवि ने इस कविता में प्रकट किया है? വീട്ടിൽ കഴിയുന്ന മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും ഏത് സമാനമായ ഭാവത്തെയാണ് കവി ഈ കവിതയിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്? ആൻസർ, ചാഹെ ഗർ കെ മാനവ് ഹോ, ഒരുപക്ഷെ വീട്ടിലുള്ള മനുഷ്യരായിക്കോട്ടെ, ജീവജന്തുക്കളായിക്കോട്ടെ, സബ് ഭോജൻ സാമഗ്രി കെ നിതാന്ത്, എല്ലാവരും ഭക്ഷണ സാധനങ്ങളുടെ അഭാവത്തിൽ പരേശാൻ ഹെ വിഷമത്തിലാണ്. ഉൻകി ഈ വിവശതാക്കോ, അവരുടെ ഈ ബുദ്ധിമുട്ടിനെ കവിനെ ഈ കവിതാമേം പ്രകടിക്കിയായി, കവി ഈ കവിതയിൽ പ്രകടമാക്കിയിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാനി കുത്തിയ കഹാം സോയി ഹുയി ദി ക്യോം, ഒറ്റക്കണ്ണിയായ ആ പട്ടി, ആ നായ എവിടെയാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്? ക്യോം എന്തുകൊണ്ട്? അതായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതും പറയാൻ പറ്റും, ഭോജൻ കി പ്രതീക്ഷാമേം സോരഹിയെ, ഭക്ഷണം പ്രതീക്ഷിച്ച് ഉറങ്ങുന്നു എന്ന് പറയാം. കാനി കുത്തിയ ഉദാസ് രഹി ചക്കി കെ പാസ് സോയി ഹുയി, എവിടെയായിരുന്നു ഉറങ്ങിയിരുന്നത്? കാനി കുത്തിയ ഉദാസ് രഹി ദുഃഖിച്ചുകൊണ്ട്
ചക്കി കെ പാസ് അമ്മയുടെ അരക്കല്ലിൻ്റെ അടുത്ത് സോയി ഹുയിരി ഉറങ്ങിക്കൊണ്ടിരുന്നു. ക്യോംകി എന്തുകൊണ്ടെന്നാൽ ഉസേ കഹീം സി കാനേക്കോ കുശ് മിൽനേക്ക് സംഭാവന നെയ്യന്തി എന്തുകൊണ്ടെന്നാൽ അവന് ആ പട്ടിക്ക് എവിടെ നിന്നും ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട്, പിന്നെ ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് ആ പട്ടി അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദീവാരോം പർ ചിപ്കലിയാം ക്യാ കർ രഹി തീ ചുമരിൽ പല്ലികൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഐസേ കർണേക്ക കാരൻ ക്യായേ ഇപ്രകാരം അവർ ചെയ്യാൻ കാരണം എന്താണ്? ആൻസർ, ചിപ്കലി ദീവാരോം പർ ഗസ്ത് ലഗാ രഹേ ഥേ ഈ പല്ലികൾ ചുമരിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കഠിൻ അകാൽ കെ സമയ കഠിനമായ ക്ഷാമസമയം ഗർമേ കോയി ദിയാ ബി ജൽനേക്ക് സംഭാവന ന ഹോഗി വീട്ടിൽ വിളക്ക് വരെ കത്തിക്കാൻ സാധ്യതയില്ല. അവർക്കതിനുള്ള സാധനങ്ങളില്ല. കാരണം വിളക്ക് കത്തിക്കണമെങ്കിൽ എണ്ണ വേണം, അതില്ല. അവർ ഐസേമേ ചിപ്കലിയോം കേലിയെ അങ്ങനെ വിളക്ക് കത്തിക്കാത്തത് കൊണ്ട് ചിപ്കലികൾക്ക് പല്ലികൾക്ക് കീടാക്കോ മിൽനേ കബി മുഷ്കിൽ ഹേ ജീവികളെ കീടങ്ങളെ കിട്ടുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. മുഷ്കിൽ ബുദ്ധിമുട്ട്. ഈസ്ലിയെ അതുകൊണ്ട് വേ അതായത് ചിപ്കലിയോം ഗസ്ത് ലഗാരെ ഹേ ഹോങ്കെ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചമക്കുടി ഗർഭർക്കിയാങ്കേം കണ്ണുകൾ മിന്നിത്തിളങ്ങി വീട്ടിലെ കണ്ണുകൾ മിന്നിത്തിളങ്ങി ഇസ് പ്രയോഗ കാ മത്ലബ് ക്യാ ഹോഗ ഈ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? എന്തായിരിക്കും? ആൻസർ, ആങ്കേം ജീവജന്തുവും കീ ഹോത്തി ഹേ ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ജീവജന്തുക്കൾക്കുമുണ്ട്. ലേക്കിൻ യഹാം കവിനെ പക്ഷെ ഇവിടെ കവി നിർജീവ വസ്തു ബി നിർജീവ വസ്തുക്കൾക്കും മാനവീയ ഗുണക്ക് ആരോപിക്കാഹെ മനുഷ്യഗുണം ഉണ്ട് എന്ന് ആരോപിക്കുന്നു. ഐസേമേം ഈ നിർജീവ വസ്തുക്കളിൽപ്പെട്ടതാണ് ചുൽഹ അടുപ്പ്, ചക്കി അമ്മി, കുത്തിയ ചിപ്കലി ചൂഹ ആദി ഗർക്കെ സബ് നിർജീവ ഓർ സജീവ്. കുത്തിയൊക്കെ സജീവമാണ് അല്ലേ, ചിപ്കലി ചൂഹ ഇതൊക്കെ ജീവനുള്ളതാണ്. അതുകൊണ്ട് കവി നിർജീവ ഓർ സജീവ് ഗർമേ ദാനെ ആനേക്കെ കാരണം നിർജീവ വസ്തുക്കളും സജീവ വസ്തുക്കളും വീട്ടിൽ ഭക്ഷണം ഉണ്ടായ കാരണം ഖുഷ് സന്തോഷത്തിലാണ്. യഹി ഇസ്കാ മത്ലബിഹ് ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ചമക്കുടി ഗർഭർക്കി ആംഗെ മിസ്കാ മത്ലബിക്കാഹെ ചമക്കുടി ഗർഭർക്കിയെങ്കിൽ അതായത് മിന്നിത്തിളങ്ങി കണ്ണുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഇങ്ങനെയും പറയാൻ പറ്റും. അകാൽ കെ ദിൻ ബീത്ത് ജാനേ പർ അതായത് ക്ഷാമ ദിവസം കഴിഞ്ഞു പോയതിൽ, അകാൽ കെ ദിൻ ബീത്ത് ജാനേ സേ ക്ഷാമകാലം കഴിഞ്ഞു പോയതിൽ, ബീത്തിന കഴിഞ്ഞു പോക, ഗർമേ അനാജ് ആയ വീട്ടിൽ ധാന്യം വന്നു, ഖാനാ പക്കായ ഭക്ഷണം പാകം ചെയ്തു, ഇസ്ലിയെ അതുകൊണ്ട് ഗർവാലും വീട്ടുകാരും സബ് ജീവജന്തുവും കി ആങ്കോമെ എല്ലാ ജീവജാലങ്ങളുടെ കണ്ണിലും ഖുഷി ചമക്കുടി സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് ചമക്കുടി മിന്നിത്തിളങ്ങി. ഇങ്ങനെയും അതിൻ്റെ ആൻസർ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദുആമുട ആംഗൻ കെ ഊപ്പർ ഇസ്സെ ആപ്പ് ക്യാ സമസ്തേ ഹേ പുക ഉയർന്നു മുറ്റത്ത് മുകളിൽ എന്നതുകൊണ്ട് താങ്കൾ എന്താ മനസ്സിലാക്കിയത്? ആൻസർ, അകാൽ ദൂർ ഹോനേസെ ഗർമേ അനാജ് ആയ അതായത് ക്ഷാമം ദൂരീകരിച്ചു അവസാനിച്ചപ്പോ വീട്ടിൽ അനാജ് ആയ ധാന്യം വന്നു, ഭക്ഷ്യവസ്തുക്കൾ ഖാദ്യവസ്തുക്കൾ എത്തി, ചുൽഹ ജൽനേലക അടുപ്പ് കത്തിക്കാൻ തുടങ്ങി, ഇസ്ലിയെ അതുകൊണ്ട് ആങ്കൻകെ ഊപ്പർ മുറ്റത്ത് മുകളിലൂടെ ദുആമുടനേലക പുക ഉയരാൻ തുടങ്ങി. ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കവിതാംശമേം കിസ് ഹാലത്ത് കാ വർണ്ണൻ ഹേ ഈ കവിതയിൽ ഏതവസ്ഥയാണ് വർണ്ണിച്ചിരിക്കുന്നത്? അകാൽ കെ സമയ കി പരേശാനി और അകാൽ കെ ബാദ് കി കുശലി അതായത് ക്ഷാമം ഉണ്ടായ സമയത്തുള്ള വിഷമത്തെക്കുറിച്ചും അകാൽ കെ ബാദ് കി കുശാലി ക്ഷാമം അവസാനിച്ചതിന് ശേഷമുള്ള സന്തോഷമായ ആ അവസ്ഥയുമാണ് ഈ കവിതയിലൂടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക്
ഈ കവിതയുടെ മൊത്തം ഒരു ആശയം എങ്ങനെ എഴുതുമെന്ന് നോക്കാം. എല്ലാറ്റിൻ്റെയും ഒരു ആശയമായിട്ട് നമുക്ക് പഠിക്കാം. എങ്ങനെ കൊടുക്കും? ശ്രീ നാഗാർജുൻ ഹിന്ദി സാഹിത്യ കി ഏക് മഷൂർ കവി ഹെ. നമ്മുടെ അകാല और उसके बाद എന്ന് എഴുതിയിട്ടുള്ള നാഗാർജുൻ കവി ഹിന്ദി സാഹിത്യ കി ഏക് മഷൂർ കവി ഹെ. ഹിന്ദി സാഹിത്യത്തിലൊരു ഫേമസ് ആയ കവിയാണ്. ഉനോനെ ലിഖി കാൽപ്പനിക और സുന്ദർ കവിത ഹെ അകാല और उसके बाद. അദ്ദേഹം എഴുതിയ കാൽപ്പനികമായിട്ടുള്ളതും സുന്ദരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു കവിതയാണ് അകാല और उसके बाद, ക്ഷാമവും അതിനുശേഷവും എന്ന കവിത. ഈ പ്രത്യേക കാൽക്കിലിയെ പ്രാസംഗികെ. ഇത് രണ്ട് ഓരോ കാലത്തെക്കുറിച്ചുമുള്ള സന്ദർഭമാണ് നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇസ്മേ അകാൽ സേ ഗ്രസ്ത് ഏക് ഘർ കി ബുരി ഹാലത്ത്. ഇതിൽ ക്ഷാമം ഉണ്ടായപ്പോൾ ഉള്ള ഒരു വീട്ടിലെ മോശമായ അവസ്ഥയെക്കുറിച്ചും അകാൽ കെ ബാദ് കി കുശലീക, ക്ഷാമം കഴിഞ്ഞതിന് ശേഷമുള്ള സന്തോഷാവസ്ഥയുടെയും മാർമിക് വർണ്ണൻ കിയാഹെ. ഹൃദയസ്പർശമായ ഒരു വർണ്ണനയാണ് നമ്മൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അകാൽക്ക് സമയജോ ദയനീയ അവസ്ഥാതി, ക്ഷാമമുള്ള സമയത്ത് എന്തൊക്കെ ദയനീയ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അകാൽ കെ ബാദ് യഹ് ബദൽ ഗയി, ക്ഷാമത്തിന് ശേഷം ക്ഷാമം അവസാനിച്ചപ്പോൾ ഇതൊക്കെ മാറി. അകാൽ കെ ബാദ്, ക്ഷാമത്തിന് ശേഷം ഗർമേ ദാന ആനേപ്പർ, വീട്ടിൽ ധാന്യം വന്നപ്പോൾ മനുഷ്യക്കിനെഹി, മനുഷ്യന് മാത്രമല്ല സബീ ജീവജന്തുവും, മുഴുവൻ ജീവജന്തുക്കളും നിർജീവ വസ്തുവോമേ, നിർജീവ വസ്തുക്കളിലും കുശിക്ക അനുഭവം ഹോനലക, അതായത് സന്തോഷം അനുഭവമുണ്ടായി, സന്തോഷിക്കാൻ തുടങ്ങി. അതായത് നിർജീവ ഓർ സജീവ്, നിർജീവ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ ചൂഹ നെഹീം, അതായത് ഇവിടെ നിർജീവ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ചുൽഹ, പിന്നെ ചക്കി, ഇതൊക്കെ നിർജീവ വസ്തുക്കളാണ്. ഇവിടെ സജീവ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? സജീവ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ജീവജന്തുവോ മാനവ് ആദി അല്ലേ. അപ്പം അങ്ങനെ ഖുഷിക്കാൻ എല്ലാവർക്കും വളരെ സന്തോഷം അനുഭവിച്ചു. അകാൽ കെ ദിൻ ധീരെ ധീരെ ബദൽനെ പർ, ഈ ക്ഷാമം മെല്ലെ മെല്ലെ അവസാനിച്ചപ്പോൾ മനുഷ്യക്ക് ജീവന്മേ, മനുഷ്യന്റെ ജീവിതത്തിലും സുഖഭരേ ദിൻ വാപ്പസ് ആത്തേഹെ, സുഖം നിറഞ്ഞ ആ ദിവസം തിരിച്ച് വരുന്നു, അതായത് മടങ്ങി വരുന്നതാണ് നമ്മൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. കവി യഹാം പ്രകൃതിക്ക് ബദലി ഹാനത്ത്, കവി ഇവിടെ പ്രകൃതിയുടെ മാറിക്കൊണ്ടിരുന്ന ആ മാറിയ അവസ്ഥയെക്കുറിച്ചും അതായത് അകാൽ കെ ബാദ് കി, ക്ഷാമത്തിന് ശേഷമുള്ള ഖുശ്ഹാലി കാ ചിത്രൻ, സന്തോഷമുള്ള അവസ്ഥയുടെയും ചിത്രണമാണ്, വർണ്ണനയാണ്. ആകർഷൺ ഢംഗ്, വളരെ ആകർഷണ രീതിയിൽ പ്രസ്തുതിക്കാഹെ, ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആശയം, മൊത്തമായിട്ടുള്ളൊരാശയം നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.